എറണാകുളം മലയിടം തീർത്ത് പാരിത്തുകാവ് ഉന്നതി ഒഴിപ്പിക്കലിനായി എത്തിയ അഭിഭാഷക കമ്മീഷനെയും പോലീസിനെയും ഉന്നതി നിവാസികൾ തടഞ്ഞതിനെ തുടർന്ന് അഭിഭാഷക കമ്മീഷൻ മടങ്ങി. നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ട സൗകര്യങ്ങൾ പോലീസ് നൽകിയില്ലെന്ന് അഭിഭാഷക കമ്മീഷൻ പറഞ്ഞു. അതേസമയം അഭിഭാഷക കമ്മീഷൻ നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചതെന്ന് പ്രദേശവാസികൾ പ്രതികരിച്ചു. നമ്മളാണ് യഥാർത്ഥത്തിൽ കോടതി വിധി അംഗീകരിച്ചവര്. നമ്മളെന്താ പറഞ്ഞ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേട്ടതിന് ശേഷം നിങ്ങൾ അതൊന്നും പറ്റില്ല, പിൻവാതിലൂടെ ഈ പാവങ്ങളെ കുടിയിറക്കണമെന്ന് ഒറ്റ നിലപാടെടുത്തു വന്നാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അത്രേ ഞങ്ങൾ പറഞ്ഞോളൂ. അഭിഭാഷകനേക്കാൾ മോശമാണ് അങ്ങനെ നിലപാടെടുത്ത നിയമത്തിന്റെ സാമാന്യ ഉമേഷ് ഏറുകയാണ്. ഉമേഷ്, ഈ ഇന്നും കുടിയൊഴിപ്പിക്കലിനെത്തിയ അഭിഭാഷക കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, അവർ മടങ്ങുകയായിരുന്നു. സ്വാഭാവികമായും പ്രദേശവാസികളുടെ വലിയ പ്രതിഷേധം നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് കാണുകയും ചെയ്തതാണ്. ഇന്ന് എന്താണ് സംഭവിച്ചത്? ഈ വാഴക്കുളം പാരിയത്തുകാവ് നഗറിലെ 8 പട്ടികജാതി കുടുംബങ്ങളെ ഒഴിപ്പിക്കാനായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഈ ഒഴിപ്പിക്കലിന്റെ ഭാഗമായി സ്ഥലം അളക്കുന്നതിനുൾപ്പെടെ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി ചുമതലപ്പെടുത്തിയ അഭിഭാഷക കമ്മീഷൻ ഇന്ന് വീണ്ടും സ്ഥലത്തെത്തുകയായിരുന്നു. പ്രദേശവാസികൾ തടഞ്ഞു. ഇത് 10ാം തവണയാണ് പ്രദേശവാസികൾ ശക്തമായ പ്രതിരോധം തീർക്കുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ ഒഴിപ്പിക്കൽ നടപടി, അതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രദേശവാസികൾ ഈ കമ്മീഷനെ തടഞ്ഞത്. ഏറെ നേരം വാക്കർക്കത്തിനും സംഘർഷത്തിനും ഒക്കെ അത് വഴിവെക്കുകയും ചെയ്തു. ഒടുവിൽ അഭിഭാഷക കമ്മീഷൻ പിന്മാറുകയായിരുന്നു. പോലീസ് സഹകരിച്ചില്ലെന്നും നിലവിലെ സാഹചര്യം കോടതി അറിയിച്ചില്ലെന്നും അഭിഭാഷക കമ്മീഷൻ അറിയിക്കുകയുണ്ടായി. ഇതിനിടയിൽ പറയുന്നത് ഒഴിപ്പിക്കാനുള്ള ഈ ഉത്തരവ് ചോദ്യം ചെയ്ത് പ്രദേശവാസികൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ആ ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെ കമ്മീഷൻ തിടുക്കപ്പെട്ട് ഇങ്ങനെ നടപടി സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. തങ്ങളുടെ പൂർവികർ മുതൽ 150 വർഷമായി ഇവിടെ താമസിച്ചു വരികയാണെന്നും കുടികിടപ്പ് അവകാശമുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഈ സർക്കാർ പുറമ്പോക്ക് ഉൾപ്പെട്ട 19 ഏക്കർ ഭൂമിയിൽ 2.5 ഏക്കർ തങ്ങളുടേതാണെന്നും ഇവിടെ കയ്യേറി താമസിക്കുന്നവരെ ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി സമർപ്പിച്ച ഹർജിയിലാണ് നേരത്തെ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായത്. ഇതേ തുടർന്നാണ് ഇങ്ങനെ ഒഴിപ്പിക്കൽ നടപടിക്കായി ഇന്നും ഉദ്യോഗസ്ഥ സംഘം തയ്യാറെടുത്തത്. പക്ഷേ ഒരു കാരണവശാലും ഇത്തരം ഒരു നടപടി, ഞാൻ തിടുക്കപ്പെട്ടുള്ള ഈ നടപടി അംഗീകരിക്കാൻ കഴിയില്ല, നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള ഒഴിപ്പിക്കൽ നടപടി അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ ശക്തമായി പ്രതിരോധിച്ചതിനെ തുടർന്ന് അഭിഭാഷക കമ്മീഷൻ ഇന്നും മടങ്ങുകയായിരുന്നു. ഉമേഷ് വിവരങ്ങൾ നൽകി.